ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. ഇന്ന് അടുത്ത ടീച്ചർ നമുക്ക് ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറാണ്. ടീച്ചർ നമ്മുടെ മെജൂസ് പാർക്ക് ട്രെയിനിങ് ഒക്കെ എടുത്തു. ടീച്ചർക്ക് ഖത്തറിലെ സ്കൂളിലേക്കൊക്കെ സെലക്ഷൻ കിട്ടി. പക്ഷെ ആളിപ്പോൾ ഉള്ളത് നാട്ടിലാണ്. സോ നാട്ടിലെ സ്കൂളിൽ നിന്നും ആദ്യമൊന്നും പെട്ടെന്ന് കോള് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഫാത്തിമയ്ക്ക് ഇപ്പോൾ നമ്മുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലെ സ്കൂളിൽ ഒരു ജോബ് കിട്ടി. ആൾ ഹാപ്പിയാണ്. കൊച്ചു ചെറുതായതുകൊണ്ട് ആൾക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് ഗൾഫിലോട്ട് വരാൻ പറ്റുന്നില്ല. ഇതായിരുന്നു ഫാത്തിമ നമ്മളടുത്ത് പറഞ്ഞത്. പിന്നെ ഫാത്തിമയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ഫാത്തിമേൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക. ഫാത്തിമക്ക് നാട്ടിലാണ് ജോബ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫാത്തിമ പറയുന്നത് എന്താ, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ നാട്ടിൽ ഓരോ സ്ഥലത്തും ഓരോ സിസ്റ്റം ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷെ അതിലും ഫാത്തിമ ഹാപ്പി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഫാത്തിമയെ അത്രയും സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിട്ടും ഫാത്തിമക്കാണ് സെലക്ഷൻ കിട്ടിയത്. സോ അതിൻ്റെ ഒരു കരിയർ ജേണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഫാത്തിമ ഫാത്തിമയുടെ ഒരു കരിയർ ജേണി എങ്ങനെയാണെന്നുള്ളത് യെസ് മാം. ഒന്ന് നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പോൾ നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഒരു ഡൗട്ടാണ്. CBSE സ്കൂളിൽ നല്ല സ്കൂൾസൊക്കെ നമ്മൾ എടുക്കുമോ, ഇതെങ്ങനെയാണ് പോവുക, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫാത്തിമയുടെ ഒരു ഇത് ജേണി ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ മാം, തീർച്ചയായും. സോ എൻ്റെ പേര് ഫാത്തിമ. മാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ നിയർ ബൈ ഹോം ആയിട്ടുള്ള ഒരു സ്കൂളിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജനുവരി ബാച്ച് HBAറ്റിലുള്ള മെമ്പറാണ്. അപ്പോൾ അതിനു മുന്നേ ഞാൻ CV കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് എങ്ങനെ കോളുകൾ വന്നില്ല. അപ്പോൾ മാമിൻ്റെ ക്ലാസ്സിന് കയറിയതിന് ശേഷമാണ് CVയിൽ ഓരോ ടിപ്പും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് CVയിൽ ചേഞ്ചസ് വരുത്തി ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് കോൾസ് വന്നു തുടങ്ങി. അപ്പോൾ പല സ്കൂളിൽ നിന്നും എനിക്ക് കോഴ്സുകൾ വന്നു. മുന്നേയൊക്കെ ഞാൻ പോയിരുന്നത് പോലെ അല്ല. ഈ ബാച്ചിൽ കയറിയതിന് ശേഷം ഞാൻ നല്ലപോലെ PPT മാമിന്റെ ഗൈഡൻസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് അതുപോലെ ഞാൻ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു സെലക്ഷൻ എന്ന് കിട്ടിയത്. അപ്പൊ ഇവിടെ തന്നെ നമ്മള് നാട്ടില് എല്ലാരും പറയും നാട്ടില് CBSE സ്കൂളിൽ കിട്ടാൻ എളുപ്പമാണെന്ന്. പക്ഷെ അത്ര എളുപ്പമല്ല. അവിടെ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. സോ ഓരോ പോയിന്റ്, ഓരോ മൈന്യൂട്ട് പോയിന്റും നമ്മൾ മാം പറഞ്ഞതുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ സൈഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മുടെ അപ്പിയറൻസ് ആയിക്കോട്ടെ, അതുപോലെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇവിടെ പോലും എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ മുന്നേ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, UAE പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോർമൽ CV കൊടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് കോളൊന്നും വന്നില്ല. മാമിന്റെ ഇതനുസരിച്ച്, മാമിന്റെ ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അവിടെ നിന്നും കോളുകൾ വന്നത്. പിന്നെ എടുത്തു പറയേണ്ടത്, UAE-ൽ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഓൾറെഡി ഷീസ് വർക്കിംഗ് ഇൻ UAE. പക്ഷേ നമ്മളൊരു സ്കൂളിൽ പോയപ്പോൾ പുള്ളിയോട് ജസ്റ്റ് ഇൻട്രൊഡക്ഷനെ ചോദിച്ചുള്ളൂ, എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ എന്നോട്, എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല GCC, പക്ഷെ എന്നോട് കുറേ നേരം അവര് ചോദിച്ചു. ഓൾമോസ്റ്റ് സെലക്ട് ആയതായിരുന്നു. പക്ഷേ വിസ പ്രോസസ്സിങ്ങിന്റെ ഒരു ഇഷ്യൂ വന്നു. അവർക്ക് ഹസ്ബൻഡ് വിസയിലുള്ളവരാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ വേറൊരു ജോബും കൂടെ സൈഡായിട്ട് എടുക്കണം സ്കൂളിൽ തന്നെ. അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതില്ല, ഞാൻ അതിൽ കംഫർട്ടബിൾ അല്ല എന്ന് വെച്ചിട്ട്. അപ്പൊ എന്നോട് അന്ന് ഫ്രണ്ട് ചോദിച്ചു, അതെന്താ എന്നോടൊന്നും ചോദിക്കാഞ്ഞത് എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഓക്കെ, അന്ന് ഞാനത് മൈൻഡ് ആക്കിയില്ല. പക്ഷെ ലേറ്റർ മാം ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴാണോ ആ ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ എൻ്റർ ചെയ്യുന്നത് നമ്മളെ വാച്ച് ചെയ്യും. ഫുൾ അവർ കീനായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളോട് അതനുസരിച്ചായിരിക്കും പെർഫോം ചെയ്യാന്നുള്ളത്. അപ്പോൾ അപ്പോൾ എനിക്ക് കണക്ട് ആയി. കാരണം ആള് കോമ്പൗണ്ടിൽ എൻ്റർ ആയത് മുതൽ എല്ലാവരോടും ഇന്റർവ്യൂവിനെ പറ്റി ചോദിക്കുന്നു, എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. ഫുള്ളി ആള് ഹറിബറി ആയിരുന്നു അവിടെ. മേ ബി അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ ഒരുപാട് സീനിയർ ടീച്ചേഴ്സും എന്നോട് ഉണ്ടായിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള GCC-യിൽ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സും എന്നോട് ഇന്റർവ്യൂവിന് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി അവര് എന്നോട് സെക്കൻഡ് ഡെമോയും ചോദിച്ചപ്പോൾ ഞാൻ ഇതുപോലെ PPT ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോയപ്പോൾ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് ഈ ഒരു സ്മാർട്ട് ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു യൂസ് ആണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. സോ അതെല്ലാം മാമിന്റെ ക്ലാസ്സിന്റെ ഒരു യൂസ് ആണ്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനാ എവിടാ എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. പുറത്തോട്ട് പോകാനാണെങ്കിലും ഞാനായിട്ട് മാറി നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. അല്ലാതെ എനിക്ക് കോളുകൾ വരാഞ്ഞിട്ടല്ല. ഞാൻ ഓൾമോസ്റ്റ് എനിക്കിപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആക്ച്വലി, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. ഓക്കെ മാം. ഫാത്തിമൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഫാത്തിമ നാട്ടിലിരുന്നിട്ട് ഗൾഫിലെ സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മെയിൽ അത് വഴി പിന്നെ കൊടുത്തു. ഏത് കൺട്രീസിലാട്ടാ കൊടുത്തത്? UAE-ൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഖത്തറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു,
അവിടുന്ന് സൗദിയിൽ എവിടുന്നാ കോള് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നത്? കോള് വരാൻ ചാൻസ് എവിടുന്നാണ്? ടീച്ചേഴ്സിന് അറിയാനാണ് ഏത് കൺട്രീസിൽ ആ, നിന്ന് കോള് വരാൻ ചാൻസ്? ഖത്തറിൽ നിന്നും UAE, ഒമാൻ അങ്ങനെയുള്ള സൈഡിൽ നിന്ന് വരും. പക്ഷെ ആ, സൗദിയിൽ നിന്ന് അങ്ങനെ വരലില്ല. കാരണം കിട്ടാൻ ഞാൻ വളരെ കുറച്ച് അന്വേഷിച്ചപ്പോൾ ബുദ്ധിമുട്ടാണ്. അറിഞ്ഞത് യാ. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ കൂടുതലും മെയിൽ കാറ്റഗറിയാണ് അവർ കൂടുതൽ നാട്ടിൽ നിന്ന് പ്രിഫർ ചെയ്യുന്നത്. അവിടെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ UAE-ലൊക്കെ ആണെങ്കിൽ നമുക്ക് കോൾസ് വരും. പിന്നെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ട്രിവാൻഡ്രം, എറണാകുളം വെച്ചിട്ട് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് UAE, അതുപോലെ തന്നെ ഖത്തറൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫാത്തിമ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ UAE ഖത്തറിലേക്കൊക്കെ ഇതാക്കുമ്പോൾ അവിടുന്ന് റെസ്പോൺസ് വരുന്നുണ്ട്. ആ ഒന്നും കൂടെ കൂടുതൽ റെസ്പോൺസ് വരുന്ന ഒരു കൺട്രി ഏതാണ് തോന്നിയത് ഇതിൽ? ഏറ്റവും കൂടുതൽ UAE ആണോ, ഖത്തറാണോ, ഒമാനാണോ? സോ എല്ലാം ഒരുപോലെ തന്നെയാണോ? ഇറ്റ് ഡിപ്പെൻസ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓരോ സ്കൂളിനും കോള് ഡിപ്പെൻഡ്. വരുന്നുണ്ട്. അപ്പൊ നാട്ടിലുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത്, കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാനുള്ളത്. എനിക്ക് ആ, തോന്നുന്നു ഖത്തറിൽ നിന്നായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം UAE-ല് അവിടെ ഒരുപാട് പേര് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഖത്തറിലേക്ക് എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അവരൊക്കെ ആ ഒരു ഫീൽഡിലോട്ട് ഇവിടെ നാട്ടിൽ നിന്ന് കയറി പോകുന്നത് UAE-യുടെ അത്ര ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ഉം. കോൾസ് വരാൻ കൂടുതൽ ചാൻസ് വെൻ കമ്പയർഡ് ടു UAE ആൻഡ് ഖത്തർ, ഐ തിങ്ക് ഖത്തർ. ഖത്തറിനാണ് ഏറ്റവും കൂടുതൽ കോള് ഉം, വരുന്നത്. ഉം. ഓക്കെ. ഇപ്പോ ഈ കോള് വരുന്ന പിന്നെ സമയത്ത് മാം ഒരു സോറി, പിന്നെ മാം സബ്ജക്റ്റ് അനുസരിച്ചിരിക്കും. സബ്ജക്റ്റ് എന്റെ ഡിമാൻഡിനനുസരിച്ചിരിക്കും. ഡിമാൻഡ് അനുസരിക്കും. സയൻസ് സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഹൈ ചാൻസ് ആണ്. ഏതിലാണ് ലാംഗ്വേജ് ഡിഗ്രി ഫാത്തിമയുടെ? എനിക്ക് ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ലാംഗ്വേജ്. അതിലാവുമ്പോൾ അവർ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് നേറ്റീവ് ആണ്. എന്നിരുന്നാൽ പോലും കോഴ്സുകൾ വരുന്നുണ്ട്. എന്നാലും നാട്ടിലെ സ്കൂളിലേക്കും കോഴ്സ് വന്നു എന്ന് പറഞ്ഞാൽ മറ്റ് സബ്ജക്റ്റുകാർക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് തന്നെ നോക്കാൻ പറ്റും. ഈസിയാണ്. ഈ പറ്റും. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഈ ആപ്ലിക്കേഷൻ കൊടുത്തത്? ജോബ് വെബ്സൈറ്റിലൂടെയാണോ? എങ്ങനെയായിരുന്നു ഈ ആപ്ലിക്കേഷൻ പോകുന്നത്? ജോബ് വെബ്സൈറ്റിലൂടെ കൊടുത്തതുണ്ട്. മെയിൽ ID അവർ പ്രൊവൈഡ് ചെയ്യുമല്ലോ, ആ. അങ്ങനെ കൊടുത്തതുണ്ട്. അപ്പൊ നമ്മൾ മാം പറഞ്ഞതുപോലെ സബ്ജക്റ്റിലായി നമ്മൾ എന്തിനാണോ അപ്ലൈ ചെയ്യുന്നത് അത് ഉം. കൊടുക്കുക, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ ഒരു വാം മെസ്സേജ്, നമ്മൾ ഈ ഒരു പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നുള്ള ഷോർട്ട് മെസ്സേജ് കൊടുക്കുക. അതിന്റെ കൂടെ CV വിത്ത് കവർ ലെറ്റർ, അങ്ങനെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ചില ഇനി വെബ്സൈറ്റിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അറ്റസ്റ്റ് ചെയ്യാൻ അവർ ആ പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ഇനി എനിക്ക് അറിയേണ്ടത്, ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവർ ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചോദിക്കുന്നത് ഇമെയിലാണോ വന്നിരുന്നത്, അതോ മൊബൈൽ ത്രൂ ഓർ വാട്സപ്പ് ഓർ കോൾ ആയിരുന്നോ കിട്ടുന്നത് പുറത്തേക്ക്? ഇമെയിൽ ത്രൂ ആണ് വരുന്നത്. ഇമെയിൽ ത്രൂ ആണ് വരുന്നത്. അവരുടെ റിപ്ലൈസ് എല്ലാം, മോസ്റ്റ് ഓഫ് ദ റിപ്ലൈസും ഇമെയിൽ ത്രൂ ആണ്. ഇമെയിൽ വാട്സാപ്പ് ത്രൂ. അങ്ങനെ വരലില്ല. ഓക്കെ. ഇനി ട്രിവാൻഡ്രത്താണല്ലോ പറഞ്ഞത്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് സ്കൂളിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ആ അപ്പോൾ മറ്റ് പിന്നെ ആളുകൾക്ക് അറിയാനാണ്, ഇപ്പോൾ അവിടെയാണെങ്കിലും ഇപ്പോൾ നാട്ടിലുള്ളൊരു വേക്കൻസീസ് എന്ന് പറയുമ്പോൾ നല്ല CBSE സ്കൂളുകളുടെയൊക്കെ വേക്കൻസി വരുന്നത് ന്യൂസ് പേപ്പറിലാണോ അതോ വാട്സപ്പ് ഗ്രൂപ്പിലാണോ? എങ്ങനെയാണ് ഈ നാട്ടിലെ വേക്കൻസീസ്? കാരണം ഇവിടുന്ന് വരുന്നവരുണ്ട്, നാട്ടിൽ നല്ല സ്കൂൾസ് ഉണ്ട്. എങ്ങനെയാണ് ഉണ്ട് ആ ഉണ്ട്. വേക്കൻസീസ്, നാട്ടിലെ വേക്കൻസീസ് എങ്ങനെ കാണുന്നത്? ഇവിടെ കൂടുതലും ആഡ്സ് വരുന്നത് ത്രൂ സോഷ്യൽ മീഡിയ ആണ്. ന്യൂസ് പേപ്പർ വഴി CBSE സ്കൂളിൽ വരലില്ല. സോഷ്യൽ മെയിൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയാസ് ആഡ് പോലാണ് ഇവിടെ വരുന്നത്. അഡ്വർടൈസ്മെന്റ് പോലാണ് നമുക്ക് കൂടുതലും ഇവിടെ കിട്ടാറുള്ളത്. ഓക്കെ. കൂടുതലും അക്കാഡമിക് ഇയർ എൻഡ് ആവുമ്പോൾ മാർച്ച് ഏപ്രിൽ, ഇവിടെ ആ ഒരു സമയത്താണ് അക്കാഡമിക് ഇയർ എൻഡ് ആവുന്നത്. അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് സമയത്താണ്. മെയ് ആകുമ്പോൾ ഓൾമോസ്റ്റ് സെലക്ഷൻ പ്രോസസ്സ് കഴിയും. മാർച്ച് ഏപ്രിൽ സമയത്താണ് കൂടുതൽ വരുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ നിയർ ബൈ സ്കൂളുകളിലെല്ലാം മെയിൽ അന്വേഷിച്ചിട്ട് സെൻഡ് ചെയ്യുക. നല്ലൊരു ഇതാക്കിയിട്ട് സെൻഡ് ചെയ്യുക. ഇനി ആ ഗൾഫിലെ കാര്യം അങ്ങനെയല്ല, ഗൾഫിൽ ഇടയ്ക്ക് വേക്കൻസീസ് വരും ഇവിടെ അങ്ങനെ ആളുകൾ പോകുമ്പോൾ. ഇനി ഫാത്തിമക്ക് ഗൾഫിൽ നിന്ന് കോള് വന്നപ്പോഴും ഏത് മാസങ്ങളിൽ കോള് ചെയ്യുമ്പോഴാണ് കൂടുതൽ റെസ്പോൺസ് കിട്ടുമെന്ന് തോന്നിയത്? അതോ അങ്ങനെ അങ്ങനെ ഇല്ലേ, ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴേ വന്നോ, എങ്ങനെയായിരുന്നു? ഇല്ല, എനിക്ക് ഡിസംബർ, അതുപോലെ തന്നെ ആ, ഓഗസ്റ്റ്. ഈ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ് ആ ഒരു കുറച്ച് ടൈമിലാണ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് വരുന്നത്. പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് അക്കാദമിക് ഇയറിന്റെ ബിഗിനിങ്ങിലാണ് ബ്രിട്ടീഷ് അമേരിക്കൻ ആ സ്കൂളുകൾക്കൊക്കെ. പിന്നെ ഡിസംബർ ആൻഡ് ജാനുവരി എന്ന് പറയുന്നത് സെക്കൻഡ് ടേമാണ്. ആ ടീച്ചേഴ്സ് ഇതൊന്ന് നോട്ട് ചെയ്യുക. കാരണം ഇന്നിപ്പോൾ എനിക്ക് കർണാടകയിൽ നിന്ന് ഇതുപോലെ നമ്മുടെ ഒരു മലയാളി ടീച്ചറാണ് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇങ്ങോട്ട് വരണം ഗൾഫിൽ എവിടെയെങ്കിലും. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചോദിച്ചു. ഇത് തന്നെയാണ് ആ എല്ലാ ടീച്ചേഴ്സും, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യൂ ടീച്ചേഴ്സ്. ജൂലൈ ഓഗസ്റ്റിൽ അക്കാദമിക് ഇയർ തുടങ്ങും. അതായത് നമ്മുടെ CBSE അല്ലാത്ത എല്ലാ അക്കാദമിക് ഇയറും സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റിലാണ്. എന്നാൽ എന്താ ഡിസംബർ ജാനുവരിയിൽ നമുക്ക് സെക്കൻഡ് ടേമിനും അപ്പോഴും നന്നായിട്ട് ഓപ്പണിങ് വരാറുണ്ട്. ഓക്കെ ഫാത്തിമ, അപ്പോൾ ഒരുപാട് എന്താ പറയുക
താങ്ക്സ്, അതുപോലെ കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. ഇനിയിപ്പോൾ ഗൾഫിലേക്ക് ഒരു സമാധാനമായല്ലോ. ആ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ ചോദിക്കാൻ വിട്ടുപോയി. എനിക്ക് MA വിത്ത് BEd ആണ്. പിന്നെ ഉം. മാമിന്റെ കീഴിൽ ഞാനിപ്പോൾ ട്രെയിനിങ് എടുത്തു. അതുപോലെ തന്നെ ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ UAE-യിലൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്. ആ ഓക്കെ. എഡ്യൂക്കേറ്റേഴ്സിന് ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ലണ്ടൻ കോളേജിന്റെ കീഴിൽ അതിന്റെ എക്സ്പെർട്ട് ലെവൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതും ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ നമ്മൾ വിളിക്കാനുള്ള ചാൻസ് ആ കൂടുന്നുണ്ട്. ചാൻസ് ഹൈ ആണ്. എനിക്ക് അപ്പോ അങ്ങനെയും കോൾ വന്നിട്ടുണ്ടായിരുന്നു ഓ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ. ആ ഹൈ സാലറിയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയം ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ അപ്പൊ അവിടെ ഒരുപാട് നിന്ന് അപ്ലൈ ഓപ്പർച്യൂണിറ്റി ചെയ്തിരുന്നു. കിട്ടിയിട്ടുണ്ട് നാട്ടില്. ഉം. അപ്പോ ഫാത്തിമക്ക് നാട്ടിലുള്ള ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, അവിടെ ഇരുന്നിട്ടാണെങ്കിലും ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാം, കോൾ ആ വരുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, യൂഷ്വലി മിക്ക ടീച്ചേഴ്സിന്റെ ഒരു തോട്ടാണ്, ഓക്കെ എനിക്ക് ഡിഗ്രി വിത്ത് BEd ഉണ്ട്, BEd ഉം. ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ജോബ് കിട്ടും, അങ്ങനെ ഒരു തോട്ടുണ്ട്, ഒരു കോമൺ ടോക്ക് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. BEd ഇല്ലെങ്കിലും നമുക്ക് ടെഫോള് അതുപോലുള്ള സർട്ടിഫിക്കറ്റ്സിനാണ് കൂടുതൽ വാല്യൂ. അതെ, അപ്പൊ BEd ഇന്റർനാഷണൽ സ്കൂളുകളിൽ എടുക്കുന്നതിനേക്കാളും പ്രത്യേകിച്ച് ആ ഇംഗ്ലീഷിനൊക്കെ അങ്ങനെ തന്നെ അവർ നോക്കുന്നത്. ആ അപ്പൊ ടഫൽ, അതിൽ ടെഫോല്, ഫോക്കസ് ചെയ്യും. പിന്നെ അതുപോലെ സെൽറ്റ, ഇതൊക്കെ നോക്കാറുണ്ട്. പിന്നെ ഫാത്തിമയുടെ ക്വാളിഫിക്കേഷൻസ് എന്തെല്ലാമാണ്? MA ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ ഉം. കേട്ടറ്റ് ഉണ്ട്, പിന്നെ ഇതും ഇത് ഇപ്പൊ ലണ്ടൻ കോളേജിന്റെ കോഴ്സസും എടുത്തു. കോഴ്സസും ഉണ്ട്. ഓക്കെ. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ നാട്ടിലുള്ളവർ ഇനി പെട്ടെന്ന് തന്നെ, കാരണം ജൂലൈ ഓഗസ്റ്റിലെ ഓപ്പണിങ്ങിലേക്ക് ഇപ്പൊ തന്നെ അവർ അപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങട്ടെ അല്ലേ? ആ യെസ്. ഓക്കെ. താങ്ക് യു ഫാത്തിമ, താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്.